ഫ്യൂഷൻ ഫീഡ് എന്ന നമ്മുടെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എവിടെയോ എന്തോ ഒരു തകരാറ്. ഒരിക്കൽ ക്രിക്കറ്റ് ലോകം മുഴുവൻ അതിശയിപ്പിച്ചൊരു പേര്, സഞ്ജു സാംസൺ. വേൾഡ് കപ്പിൻ്റെ വേദിയിൽ മാൻ ഓഫ് ദ സീരീസ് അടക്കം റെക്കോർഡുകൾ വാരിത്തൂക്കിയ താരം. ഓരോ ഇന്നിങ്സിലും ആത്മവിശ്വാസം നിറഞ്ഞ ഷോട്ടുകൾ, കാണുന്നവരെ ആവേശത്തിലാഴ്ത്തിയ പ്രകടനം. അവൻ ക്രീസിലെത്തിയാൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ കാണാം എന്നൊരു ഫീൽ. പക്ഷേ ഇന്ന് അതേ സഞ്ജു IPLൻ്റെ വേദിയിൽ രണ്ടക്കം പോലും കടക്കാൻ പാടുപെടുന്ന അവസ്ഥ. ഒരു ബൗണ്ടറി അടിക്കാൻ പോലും സ്ട്രഗിൾ ചെയ്യുന്ന പോലെ, ടൈമിംഗ് നഷ്ടപ്പെട്ടതുപോലെ. കണ്ണുകൾക്ക് മുന്നിൽ തന്നെയുണ്ട് ആ മാറ്റം. ഇതെന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ഫോം ഔട്ടാണോ, അല്ലെങ്കിൽ മനസ്സിലെ സമ്മർദ്ദമാണോ കാരണം? ഒരു പ്ലെയറുടെ കഴിവ് ഒരു ദിവസം കൊണ്ടില്ലാതാവില്ല. അവൻ ഇന്നലെ വരെ ലോകത്തെ കീഴടക്കിയവനാണ്, ഇന്ന് പെട്ടെന്ന് തന്നെ സ്ട്രഗിൾ ചെയ്യുന്നത്. അതൊരു ടെക്നിക്കൽ ഇഷ്യൂ മാത്രമല്ല, ഒരുപക്ഷെ അവനുള്ളിൽ നടക്കുന്ന ഒരു പോരാട്ടമാണ്. പ്രതീക്ഷകൾ, വിമർശനങ്ങൾ, സോഷ്യൽ മീഡിയയിലെ ട്രോളുകൾ, ഓരോ ഇന്നിങ്സിലും ഇന്നലെ വരുന്ന ചോദ്യങ്ങൾ, ഇവയെല്ലാം ചേർന്നാൽ ഒരു പ്ലെയറുടെ മനസ്സിനെ എത്രത്തോളം ബാധിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കൽ സ്റ്റേഡിയം മുഴുവൻ അവൻ്റെ പേര് വിളിച്ചിരുന്നപ്പോൾ ഇന്ന് അതേ സ്റ്റേഡിയത്തിൽ നിശബ്ദത കൂടുകയാണ്. അതൊരു പ്ലെയറിന് എത്ര വേദനയാകുമെന്നോ. എന്നാൽ ഇത് സഞ്ജുവിൻ്റെ കഥയുടെ അവസാനമല്ല. കാരണം ക്ലാസ് എന്നത് താൽക്കാലികമായി മറഞ്ഞു പോകാം, പക്ഷേ അതൊരിക്കലും നഷ്ടപ്പെടില്ല. ഒരു സത്യമായ പ്ലെയർ എത്ര തവണ വീണാലും തിരിച്ചു വരാൻ അറിയാവുന്നവനാണ്. ക്രിക്കറ്റ് ചരിത്രം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, വലിയ താരങ്ങളെല്ലാം ഒരു ഘട്ടത്തിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ അവരെല്ലാം തിരിച്ചു വന്നു, കൂടുതൽ ശക്തിയായി. അതുപോലെ തന്നെ സഞ്ജുവും. ഇന്ന് അവൻ നിശബ്ദമായിരിക്കാം, പക്ഷേ അവൻ്റെ ബാറ്റ് വീണ്ടും സംസാരിക്കുന്ന ദിവസം ദൂരെയല്ല. ഒരിക്കൽ വീണ്ടും ബൗണ്ടറികൾ മഴ പെയ്യും, സ്റ്റേഡിയം മുഴുവൻ വീണ്ടും അവൻ്റെ പേരിൽ മുഴങ്ങും. കാരണം ഇതൊരു അവസാനമല്ല, ഇതൊരു ഇടവേള മാത്രം. ഒരു വലിയ കംബാക്കിന് മുമ്പുള്ള നിശബ്ദത. സഞ്ജു സാംസൺ തിരിച്ചു വരും, അതും കൂടുതൽ ശക്തിയായി.